നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, ഇങ്ങനെ മുന്നോട്ട് പോയാലേ വ്രതം തെറ്റും. അപ്പൊ ഗുഡ് നൈറ്റ് ബൈ. ഞാൻ വെച്ചു. ഗുഡ് നൈറ്റ് ബൈ. രാവിലെ കാണാം. ഹേമന്തമൻ കൈക്കുമ്പിളി തൂങ്ങിലാപ്പൂവി പൂങ്കാറ്റ് പോ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോതുന്ന നിൻവാ. എന്തു പണിയാ നിങ്ങളീ കാണിച്ചത്? എന്റെ മുഖത്ത് വെള്ളം കൊണ്ടൊഴിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ വീട്ടിൽ വന്ന് സൂര്യോദയം കഴിഞ്ഞും കിടന്നുറങ്ങുന്നവരുടെ മുഖത്ത് വെള്ളം ഒഴിക്കാൻ എനിക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട. ഈ തറവാട്ടിൽ ഒരാളും സൂര്യോദയത്തിന് ശേഷം കിടന്നുറങ്ങാറില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികൾ സൂര്യോദയത്തിന് മുമ്പ് ഉണരണം. കുളിച്ച് ദേഹശുദ്ധി വരുത്തി വസ്ത്രങ്ങളൊക്കെ മാറണം. അതിവിടെ നിർബന്ധമാ. ദേ, ഇവക്കറിയാം കാര്യങ്ങളൊക്കെ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോ ഞാൻ ഉണരും. അതെന്റെ ശീലവാ. എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതേ അങ്ങ് ഈശ്വരമംഗലത്ത്. ഇത് ഈശ്വരി അമ്മയുടെ വീടാ, ഈശ്വരമംഗലം അല്ല. ഇവിടെ താമസിക്കുമ്പോ ഇവിടുത്തെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. നാഗദൈവങ്ങൾ കുടിയിരിക്കുന്ന മച്ചാ ഇത്. ഇവിടെ പകലുറക്കം പാടില്ല. ആ പിന്നെ തോന്നിയ പോലെ ജീവിക്കുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാശിയുണ്ടെങ്കിൽ ഇവിടെ തുടരണമെന്നില്ല. ഇന്ന് തന്നെ സ്ഥലം വിട്ടോണം, അതും തനിച്ച്. കേട്ടല്ലോ? ആ അല്ല, ആന്റി എന്ത് തീരുമാനിച്ചു? എന്ത്? അല്ല, നിൽക്കുന്നോ അതോ പോകുന്നോ? അല്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. എന്തൊരു ധാർഷ്ട്യം ആ സ്ത്രീക്ക്! ഇങ്ങനെയാണോ മനുഷ്യരോട് സംസാരിക്കുന്നത്? എന്നോട് ഇതുവരെ ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആന്റി, ഇതൊക്കെ എന്ത്? സാമ്പിൾ ഡോസായിട്ട് കണ്ടാ മതി. മുത്തശ്ശിയുടെ തനി സ്വഭാവം പുറത്തെടുത്താലേ ആന്റി നിന്ന് വിറയ്ക്കും. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത് നിൽക്കുന്നോ പോണോന്ന്. ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോയാ അത് തോറ്റോടുന്ന പോലെ ആവും ശിവാനി. അത് സത്യം. എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കണം? ആ പൂജ മുടക്കണം. കണ്ടല്ലോ ഈശ്വര മുത്തശ്ശിയുടെ സ്വഭാവം. പൂജ മുടക്കലൊക്കെ അല്പം റിസ്ക് ഉള്ള പരിപാടിയാണ് ആന്റി. ഒരു മരണം നടന്നാൽ പൂജ മുടങ്ങില്ലേ? ഓ, ആന്റി മരിച്ചെന്ന് കരുതി പൂജയൊന്നും മുടങ്ങൂലേ? ദേ, ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എന്റെ മരണത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കൊല്ലും. ആരെ? അവളുടെ ഒരു നാഗപഞ്ചമി നാഗപൂജയും. നാഗപൂജയ്ക്ക് വന്ന നിധി പാമ്പ് കടിയേറ്റ് ചാവും. അതിനുള്ള വഴി ഞാൻ ഒരുക്കുന്നുണ്ട് ശിവാനി. ഇനിയും കുറെ വേണ്ടി വരും അമ്മാവ. കുരുത്തോല മാത്രം പോരല്ലോ, വാഴപ്പോള വെച്ച് കുറച്ചു പരിപാടികളുണ്ട്. എല്ലാം സുധാകരൻ നോക്കിക്കോളും. കാവിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ പോവുക. ഇനിയും മുറ്റോടി കഴിഞ്ഞില്ലേ ചന്ദ്രികെ?
ഇപ്പൊ കഴിയും മുത്തശ്ശി. ഇപ്പൊ കഴിയുന്ന എങ്ങനെ? ചൂലെടുത്ത തന്നെ ഇപ്പോഴാ? ചന്ദ്ര ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നില്ലേ ഉള്ളൂ. ആണോ? ആന്നേ, ഞാൻ കണ്ടതല്ലേ. ഞാൻ നേരത്തെ എഴുന്നേറ്റു. ചൂലിവിടെ വേറെ ഉണ്ടല്ലോ. പിടിക്ക. രാവിലെ എഴുന്നേറ്റ് ഫോണിൽ നിന്ന് ചുണ്ണാമ്പ് തോണ്ടി എടുക്കാൻ നിൽക്കാതെ മുറ്റ അടിക്ക അങ്ങോട്ട്. ചെല്ല്. പിടിക്ക് രേണുകേ. അമ്മായിങ്ങ അറ്റത്ത് നിന്ന് തന്നെ തുടങ്ങിക്കോ, അതാവുമ്പോ പെട്ടെന്ന് കഴിയും. അല്ല, നീ ഇപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നേ ഉള്ളോ? അല്ല, ഞാൻ റെഡിയാവും പോവാ. വേഗം കുളിച്ച് ഡ്രസ്സ് മാറി വന്ന് അടുക്കളയിൽ കയറി ശാരദയെ സഹായിക്കും. സഹായിക്കാം. ഞാൻ റെഡി ആവട്ടെ. അതെ, ഇവിടെ വാട്ടർ ഹീറ്റർ ഒന്നുമില്ലേ? മുത്തശ്ശി, കുളിക്കാനായിട്ടെ വെള്ളം ചൂടാക്കുന്ന ഒരു സാധനം ഉണ്ട് കറണ്ടില്. അതിന്റെ പേരാ വാട്ടർ ഹീറ്റർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് മോനും ഒന്നും തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ചൂടുവെള്ളം തന്നെ വേണം. എന്താ വസുന്ധര ഇത്? കിടക്കാൻ തണുപ്പ് വേണോന്ന് പറയും, കുളിക്കാൻ ചൂട് വേണോന്ന് പറയും. സത്യത്തിൽ വസുന്ധരയ്ക്ക് വേണ്ടത് ചൂടാണോ അതോ തണുപ്പാണോ? നിങ്ങളോടതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫാൻ പോലും ഇല്ലാതെ കൊതുകടിയും കൊണ്ട് കിടക്കുന്ന ടീംസ് അല്ലേ. ഞാനും മോനും ഒന്നും ഇങ്ങനെ ദാരിദ്ര്യത്തിൽ ജീവിച്ചവരല്ല. ഗൗതമിനെ കൊണ്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കാനേ പറ്റില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. എന്റെ മോനെ ഇവിടെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല. എന്താ എല്ലാവരും ഇങ്ങനെ നോക്കിക്കുന്നത്? നീ ഇത് എവിടെ പോയിട്ട് വരിക? എന്റെ അമ്മേ, നിധി പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പുഴയിലെ തണുത്ത വെള്ളത്തിൽ കുളിയെന്ന് പറഞ്ഞാ എന്താ ഒരു സുഖം.